Hello guys, so welcome to the Big Boss Season 8 Agni Parisha episode number 1 and 2 review. ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ ബിഗ് ബോസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം എന്താവുമെന്ന്. നമുക്ക് ജഡ്ജസ് ആയിട്ടുള്ളത് രഞ്ജനി ഹരിദാസ്, റിയാസ് സലീം ആൻഡ് അഖിൽ മാരാർ. മൂന്നുപേരും ഒന്നും പറയാനില്ല. സീസൺ കണ്ടവർക്കറിയാം അവരവരുടെ സീസണിൽ അത്യാവശ്യം നന്നായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ അഖിൽമാരാർ ഈസ് ദി വിന്നർ. സോ പുള്ളിയുടെ ഗെയിം ആണെങ്കിലും എനിക്ക് പുള്ളിയുടെ പുറത്തെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലെങ്കിലും ഐ വാസ് എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിം. ആ പുള്ളി ഗെയിമിനെ നിരീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ ആരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ഒരു ഗെയിം ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അഖിൽമാരാർ വാസ് ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ റിയാസ് സലീം, ആ പുള്ളി കയറി കഴിഞ്ഞാണ് ആ സീസണിൽ ആ ഒരു ഗ്രാഫ് തന്നെ മാറിയത്. പിന്നെ രഞ്ജനി ഹരിദാസിൻ്റെ കാര്യം പറയാണ്ട് ഇപ്പം റിസെൻ്റ് കമ്മ്യൂണിറ്റി ഇഷ്യൂസിലാണെങ്കിലും ഒക്കെ പുള്ളിക്കാരിയുടെ നിലപാട് പറയാനും കാര്യങ്ങൾക്കൊന്നും ഒരു മടിയില്ലാത്ത ആളാണ്. അപ്പോൾ ഈ ഷോ നടന്നതിനകത്തുനിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. രഞ്ജനി ഹരിദാസ് പുള്ളിക്കാരി ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കോംബോ അതുപോലെ ആങ്കർ ചെയ്യണത് റനീഷ റഹ്മാനാണ്. റനീഷ റഹ്മാൻ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെയും ഗെയിംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മറ്റേ താക്കോൽ അങ്ങനെ എന്തോ ഒരു ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിൻ്റെ ഫസ്റ്റ് ഗെയിം. അപ്പോൾ അതിനകത്ത് ആങ്കർ ചെയ്തിരുന്നതൊക്കെ റനീഷ റഹ്മാൻ തന്നെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് ഈ പ്രാവശ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പക്ഷെ എനിക്ക് സാധനം വർക്ക് ആവാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് 40 കണ്ടസ്റ്റൻസ് ആണ് ഇവർ എടുത്തേക്കണത്. 30 കണ്ടസ്റ്റൻസ് ഫ്രം ഡയറക്റ്റ് ഓഡിഷൻ ആൻഡ് 10 പീപ്പിൾ ഫ്രം ദ ഈ ഐജിയുടെയും വൈറ്റ് ഗോൾഡിൻ്റെയും പ്രമോഷൻ അവിടെ നിന്നാണ് 10 പേര് വന്നേക്കണത്. അങ്ങനെ ഇവർ 40 ആണ് ടോട്ടല്. അപ്പോൾ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി ഇവർ ചെയ്തത് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ മണിച്ചിത്ര താഴെന്ന് പറഞ്ഞ ടാസ്ക് കൊടുക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് ഡേ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ആയിപ്പോൾ എന്തിനാണ് ഇവർ വെറുതെ ഒരു പ്രഹസനം കാണിച്ചൊരു ടാസ്ക് കൊടുത്തതെന്ന്. ഫസ്റ്റ് നമുക്കത് വരുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ മണിച്ചിത്ര താഴ്ന്നായിരുന്നു. ബേസിക് എന്ന് പറഞ്ഞാൽ ഒരു താഴും താക്കോലും, ഇതാണ് കോൺസെപ്റ്റ്. അതിനകത്ത് താഴിലും ഒരു ക്ലൂ ഉണ്ടാവും, ഈ താക്കോലിലും ഒരു ക്ലൂ ഉണ്ടാവും. ഇത് രണ്ട് സൈഡിലായിട്ടാണ് ഇവരെ നിർത്തിയേക്കണത്. അപ്പോൾ ഇവർക്ക് ജസ്റ്റ് പോയി എടുത്തിട്ട് അത്യാവശ്യം കുറച്ചധികം കീസ് അവരവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. താഴെന്ന് പറയുമ്പോൾ 20 താഴെ 20 കീലേ ക്ലൂ ഉണ്ടാവുള്ളൂ. അതുപോലെ 20 താഴെ തുറക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ഓടിപ്പോയി എടുക്കാം. അതിനകത്തുള്ള ക്യൂ രണ്ടും മാച്ച് ചെയ്യണം. ഇപ്പോൾ ഏതോ മണിച്ചിത്രത്താഴിൽ ഒരു ഡയലോഗ് വരുന്ന ഒരു കീയുടെ ക്ലൂവിലുണ്ടായിരുന്നേ, അപ്പുറത്തെ താഴിലുണ്ടായിരുന്നത് മണിച്ചിത്രത്താഴ്, അത് ഏതാണോ മൂവി അങ്ങനെ അപ്പുറത്തെ താഴിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ക്ലൂ ഇങ്ങനെ മാച്ച് ചെയ്യണം, എന്നിട്ടാണ് അവരത് തുറക്കേണ്ടത്. അതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. അപ്പം ആകെ ആ എപ്പിസോഡിൽ മൊത്തത്തിൽ മെയിനായിട്ട് എന്തെങ്കിലും നടന്നു എന്ന് പറയാനുള്ളത് അതേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആയതിൻ്റെയും ഇപ്പോൾ കണ്ടസ്റ്റൻസിനാണെങ്കിലും അവർക്ക് ഒപ്പോസ് ചെയ്യണോ അങ്ങനത്തെ സംഭവമൊന്നും ഒരു ക്യാമറ ഷൈ ആ സാധനമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കണം. അത്ര എനിക്ക് ഭയങ്കര കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ മണിച്ചിത്രത്താഴിലെ ടാസ്കിൽ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേഡി, പേര് പൂജ എന്നാണ് എനിക്ക് തോന്നണേ. അതെ, കുറച്ച് പേർക്ക് ഇങ്ങനെ ഓരോരോ ആൾക്കാർക്ക് താക്കോല് തുറക്കാൻ പറ്റി. അപ്പം അങ്ങനെ കുറേ പേരായി, 19 പേരോളം എല്ലാവരും തുറന്നു വന്നു. ലാസ്റ്റ് ഒരു പൂട്ട് മാത്രം എന്തോ ജാമായി പോകുക അങ്ങനെ എന്തോ ചെയ്തു. അതുകൊണ്ട് അതുമാത്രം തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് 3-4 പേരായിട്ട് അങ്ങനെ എന്തോ ഇട്ട് അങ്ങനെ ജാമായതാണത്. സാധാരണ നമ്മുടെ ലോക്കൽ പൂട്ട് അവർ കൊണ്ടുവച്ചിരുന്നു. അപ്പം 3-4 താക്കോല് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം തുറക്കാൻ പറ്റണില്ല. അപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അവനാണ് മെയിൻ, അവൻ്റെ കയ്യിൽ നിന്ന് സംഭവം പോയി. ക്യൂ ഒക്കെ പോയി. ഇവൻ്റെ താക്കോലും ഇല്ല. ഈ പൂജ എന്ന് പറഞ്ഞ കുട്ടി തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ ഇവൻ ഹെൽപ്പ് ചെയ്യാനാണെന്നുള്ള രീതിയിൽ താക്കോൽ മേടിച്ചിട്ട് ഇവൻ തുറക്കാൻ നോക്കി. അങ്ങനെ അവൻ തുറന്നിട്ടും അതാവണില്ല. പക്ഷേ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പിന്നെ വേറെ രണ്ടുപേരെ ആരും ഉണ്ടായിരുന്നു, അവരുടെ കയ്യിലും ക്ലൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് തുറക്കാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമായി. അങ്ങനെ ഈ ഈ പൂട്ട് തുറക്കാൻ പറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി ആരുടെ ആണെന്നുള്ളത്. പക്ഷെ എന്നാലും ഈ പൂജയുടെ കയ്യിലായിരുന്നു 2 ക്ലൂവും താക്കോലും ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവളുടെ ആയിരിക്കും എന്നുള്ളൊരു ഗസ്സിൽ ഇവളെ പക്ഷെ ഇവൾ കരയാൻ തുടങ്ങി. ഇവൾക്ക് തന്നെ വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ സീൻ ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ എനിക്കത് അത്ര അങ്ങ് വർക്കായില്ല കേട്ടോ. ഒരു കരഞ്ഞ് ഇതാക്കണ സാധനം പോലെ ഫസ്റ്റ് ഡേ വന്നിട്ട് തന്നെ ആ ഒരു സാധനം എനിക്കതങ്ങ് വർക്കായില്ല. പക്ഷേ ഇവരോട് ജസ്റ്റ് ചോദിച്ചു, ഇതൊക്കെ ഓൾറെഡി ഡയറക്റ്റഡ് ആണ് സംഭവം, സ്ക്രിപ്റ്റഡ് ഷോ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവരെല്ലാവരോടും ചുമ്മാ ചോദിച്ചു, എന്തായാലും പൂജയുടെ കയ്യിൽ താക്കോലും ക്ലൂ ഉണ്ടല്ലോ, കയറ്റി വിടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അവരെ കയറ്റി വിടുകയാണ് ചെയ്തത്. ആ ചെറുക്കൻ്റെ പേര് ശ്യാമെന്നെന്തോ ആണ്. ഇപ്പം 40 പേരുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേര് പഠിക്കാറൊന്നും ആയില്ല. ഫസ്റ്റ് ഡേ എപ്പിസോഡേ കഴിഞ്ഞിട്ടുള്ളൂ.
അല്ല ഒരു ദിവസത്തെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേ പേരൊക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ. എന്നാലും ഈ സീൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ കുട്ടിയുടെ പേരെന്തായാലും എല്ലാവരും ഓർത്തിരിക്കും. അത് തന്നെ എല്ലാ ജഡ്ജസ് ആണെങ്കിലും വീണ്ടും വീണ്ടും പിന്നെ എടുത്ത് പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗെയിം ഇതായിരുന്നു. അങ്ങനെ 20 പേരെ ജയിച്ചു, 20 പേര് മാറി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരുടെ കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20 പേര് ഇവർ ഔട്ട് ഹൗസിലോട്ട് മാറ്റി ഈ ബാക്കിയുള്ള 20 പേരെയും കൊണ്ട് റെനീഷ റഹ്മാൻ അകത്തോട്ട് വന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ടാസ്കിൽ ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ ഇവരകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ ഇവർ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പം 20 പേരെ സ്പ്ലിറ്റ് ചെയ്ത് രഞ്ജനി ഹരിദാസിൻ്റെ ടീം, റിയാസിൻ്റെ ടീം, അതുപോലെ അഖിൽ മാരാരുടെ ടീം, അങ്ങനെ 3 ടീമിലോട്ട് ആക്കണ രീതിയിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവർ റാൻഡംലി ചൂസ് ചെയ്തു. പിന്നെ അറിയാലോ, റിയാസ് അലിയും അഖിൽ മാരാർ ഒരിക്കലും ചേരില്ല. അപ്പം അതിൻ്റെതായ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കലും ഒക്കെ ഉണ്ട്. റിയാസ് അലിയും ചോദിക്കുന്നുണ്ടായിരുന്നു, അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും വരൂ. അതുപോലെ അഖിൽ മാരാർ അവിടെ നിന്ന് തിരിച്ചിട്ട് റിയാസിൻ്റെ സീസണിൽ റിയാസ് പറയണതൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ റിയാസിനെ അടിച്ചിരുത്തിയേനെ എന്ന് പറയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരും. അങ്ങനെ കുറച്ച് ഫണ്ണി സാധനങ്ങളുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകുമ്പോൾ കാണാൻ രസമായിരിക്കും. ഓൾറെഡി ഇവർ ചെറിയ ചെറിയ സ്പാർക്ക് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പക്ഷേ ആ കണ്ടസ്റ്റൻസിന്ന് അങ്ങനെ വലിയ കണ്ടന്റ് ഒന്നും നമുക്ക് ഈ എപ്പിസോഡ്സിലൊന്നും ഉണ്ടായിട്ടില്ല വലിയ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അഖിൽമാര, റിയാസ്, രഞ്ജനി സംഭവം നടക്കുന്നുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് ടാസ്കിൽ മണിച്ചിത്രത്താഴ് കഴിഞ്ഞ് ഇവർ സ്പ്ലിറ്റാക്കി 3 ടീമായിട്ട്. അങ്ങനെ ഇവർക്ക് 3 ടീമിനും ഓരോ ടാസ്ക് കൊടുക്കും. ആ ടാസ്കിൽ നിന്ന് വിന്നർക്ക് ഒരു ഇൻഫിനിറ്റി പെൻഡൻ കിട്ടും. അത് മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടാവായിരിക്കും. കാരണം ഇവർ ഈ ഗെയിം ജയിച്ചിട്ടാണ് ബിഗ് ബോസ് ഷോവിൻ്റെ അകത്തോട്ട് പോകണത്. ഇത് ജസ്റ്റ് ഒരു പ്രീ സീസൺ പോലെ നടത്തുന്ന ഒരു ഗെയിമാണ്, കോമണേഴ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇവർ പെൻഡൻ കൊടുക്കുന്നുണ്ട്. ഈ 8ൻ്റെ പണി ആയതുകൊണ്ടായിരിക്കണം ഇൻഫിനിറ്റി തിരിച്ചിട്ടിട്ടുള്ള സംഭവം. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു പെൻഡൻ ഇവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവർ പറയുന്നുണ്ട് ഇവർക്ക് എന്തോ ബെനഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വിന്നേഴ്സിന് പെൻഡൻ കൊടുക്കും. അതുപോലെ ഓരോ ഗെയിമിൽ നിന്നും ആദ്യമായിട്ട് ഔട്ട് ആവണം അല്ലെങ്കിൽ വേഴ്സ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ 1-2-3 പേരെ ഇവർ ഔട്ട് ഹൗസിലോട്ട് വിടും. ബാക്കിയുള്ളവർ കുറച്ച് കഴിഞ്ഞിട്ട് ഗെയിമിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഔട്ട് ആവണവരെ സേഫ് സോണിലോട്ട് വിടും. വിന്നേഴ്സായിട്ടല്ല, എന്നാലും സേഫ് സോൺ, ഔട്ട് ഹൗസ്, ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ ഗെയിമിൻ്റെ ഒരു പാറ്റേൺ ഇവർ സെറ്റ് ചെയ്തേക്കണത് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്തത് ഒരു ഗ്ലാസിൻ്റെ ടാസ്ക് ആയിരുന്നു. നമ്മൾ ഒരു ഗ്ലാസ് ആദ്യം വെക്കുക, ഒരു ബാലൻസിങ് ടൈപ്പ് ഓഫ് ടാസ്ക്. ഒരു ഗ്ലാസ് ആദ്യം വെക്കുക, പിന്നെ ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു സാധനം, പിന്നെ വീണ്ടും ഗ്ലാസ്, പിന്നെ അങ്ങനെ നമുക്കൊരു പിരമിഡ് പോലെ ഗ്ലാസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുക. അതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 3 പേരാണ് അതിനകത്ത് ജയിച്ചത്. പക്ഷെ അതെനിക്ക് അതുപോലെ 4 പേര് ഔട്ട് ഹൗസിലോട്ട്, അങ്ങനെയാണ് ഈ ടാസ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം 3 പേര് ജയിച്ചതിനകത്തുനിന്ന് ഒരാൾക്ക് മാത്രമേ ഇവർ പെൻഡൻ കൊടുക്കുന്നുള്ളൂ. അത് പ്രണവ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആണ് അത് ആ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയത്. അങ്ങനെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിങ് ആയിരുന്നു. അത് നമ്മൾ ഈ ബലി സാധനം ചെയ്യണ ആ റിങ് താഴെ ഇട്ടേക്കുവാണ്. അപ്പോൾ രഞ്ജനി, റനീഷ, അഖിൽ മാരാർ, റിയാസ്, ഇങ്ങനെ 4 പേരുടെ പേര് പറയും. അപ്പോൾ അഖിൽ എന്ന് പറയുമ്പോൾ ഇന്ന്, റനീഷ എന്ന് പറയുമ്പോൾ ഔട്ട്, അതുപോലെ റിയാസ്, രഞ്ജനി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ മാറി ഇവർ ചാടണം. ഈ റൗണ്ടിലാണ്. അപ്പോൾ ഇവർ അടുത്ത ആളുടെ റിങ്ങിലോട്ടാണ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ചാടേണ്ടത്. ഇൻ ഔട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ മത്സരം നടന്നു. അതിനകത്തും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഫസ്റ്റ് ഔട്ടായ 2 പേര് ഔട്ട് ഹൗസിലോട്ട് പോകും. ബാക്കിയുള്ള ആൾക്കാർ, പിന്നീട് ഔട്ടാണ് ആൾക്കാർ, വിന്നർ ആവാത്തവർ സേഫ് സോണാണ്. പക്ഷേ അതിനകത്തും ഒരാൾക്കേ ഈ പെൻഡൻ കിട്ടത്തുള്ളൂ. അങ്ങനെ അതും നടന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ മൂന്നാമത്തെ ടാസ്ക് അഖിൽമാരാരുടെ ടീമായിരുന്നു. അപ്പോൾ ആ ടീമിനെ വിത്തിൻ ദ ടീമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഫസ്റ്റ് റിയാസിൻ്റെ ടീം കഴിഞ്ഞു, പിന്നെ രഞ്ജനി ഹരിദാസിൻ്റെ ടീം കഴിഞ്ഞു, തേർഡ് ഈ അഖിൽമാരാരുടെ ടീം കഴിഞ്ഞു. ആ മണിച്ചിത്രത്താഴ് ടാസ്ക് ജയിച്ചു വന്ന 20 പേരിൽ 3 ടീമായിട്ട് സ്പ്ലിറ്റാക്കി ഇതിനകത്തുനിന്ന്. അങ്ങനെ ഈ അഖിൽമാരാരുടേതിനകത്ത് ജയിച്ചത് ഷിജിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അതിനകത്തുനിന്നും 2 പേര് ഔട്ട് ഹൗസിലോട്ട് പോയി. അത് ജസ്റ്റ് കപ്പ് വെച്ചേക്കുവാണ്. നമ്മുടെ മുമ്പിലൊരു ടേബിളുണ്ട്. നമ്മുടെ മറ്റേ 1 പിച്ച് ബോളൊക്കെ കളിക്കില്ല, ഇങ്ങനെ ഇടുക, അടുത്ത അതിനകത്തോട്ട് അങ്ങനെ വീഴണം. ആ ടാസ്ക് അതായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇട്ട അയാളുടെ പേര് ഷിജിൻ എന്ന് പറഞ്ഞ ആള്, അങ്ങനെ അയാൾ ജയിച്ചു. അങ്ങനെ 3
രണ്ടുപേരെ ഔട്ട് ഹൗസിലോട്ടും ബാക്കിയുള്ളവർ സേഫ് സോണിലോട്ടും അങ്ങനെ പോയി. അതായിരുന്നു ഫസ്റ്റ് ഡേ എപ്പിസോഡ്. സെക്കൻഡ് ഡേ എപ്പിസോഡ് അതാണ് ഇവിടെയാണ് എനിക്ക് ആ സാധനം വർക്കാവാഞ്ഞത്. ഇവർ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ടാസ്ക് പിന്നെ നടത്തിയെന്തിനാന്ന് എനിക്കറിയില്ല. കാരണം ബാക്കിയുള്ളവരെ ഔട്ട് ഹൗസിലോട്ട് ഇട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ ഗെയിം കളിക്കാനുള്ള ചാൻസ് കൊടുക്കാതിരിക്കാമായിരുന്നു. ഇവർക്ക് അഡീഷണൽ പോയിന്റ് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. കാരണം ഇതിപ്പോൾ കണ്ടോണ്ടിരുന്ന പ്രേക്ഷകരും മണ്ടന്മാരായി, കളിച്ച കണ്ടസ്റ്റൻസും മണ്ടന്മാരായി. കാരണം ആ പൂജ അടക്കം കരഞ്ഞു തന്നെ വെറുതെ ആയിപ്പോയില്ലേ. ഇവര് ആ 20 പേരല്ലാത്ത ബാക്കിയുള്ള 20 പേർക്കാണ് സെക്കൻഡ് ഡേ എപ്പിസോഡിൽ ചാൻസ് കൊടുത്തത്. സെയിം പാറ്റേൺ ഇതുപോലെ വിളിച്ചു വരുത്തി സെൽഫ് ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ചെറിയ ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ, എന്നിട്ട് 3 ടീമാക്കുക, ഗെയിം കളിക്കുക. ഇതായിരുന്നു സെക്കൻഡ് ഡേ എപ്പിസോഡിലുള്ളത്. ഇതിനകത്തും വലിയ അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ റിയാസ്, രഞ്ജനി ഹരിദാസ് അവർ തമ്മിലുള്ള ഒരു അഖിൽമാരാർ തമ്മിലുള്ള ഒരു ചെറിയ ചെറിയ ബിറ്റ്സ്, അത് ഇവർക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും, കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ ഒരു ബിൽഡപ്പ് വരത്തുള്ളൂ ഷോയിൽ. ആഫ്റ്റർ ഓൾ ദിസ് ഇസ് എ ബിസിനസ്. അപ്പോൾ എന്തായാലും അവരുടെ അടുത്ത് എന്തായാലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ടിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇവരുടെ സ്പൈക്സ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ നടന്ന സംഭവം ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് റെക്ടാങ്കിൾ ഷേപ്പിലൊരു പൊക്കമുള്ളൊരു സാധനം ഉണ്ടാവും. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ബ്ലോക്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഏറ്റവും മേളിലൊരു കോൺ ബോൾ സാധനം ഉണ്ടാവും. അതിങ്ങനെ വെച്ച് ഫിനിഷ് ചെയ്യുക. അങ്ങനെയായിരുന്നു ആ സംഭവം. അതിനകത്ത് 3 പേരാണ് ഫിനിഷ് ചെയ്തത്. ബസറിൽ വിത്തിൻ ദ ബസർ ഫിനിഷ് ചെയ്ത 3 പേരാണ്. ബാക്കിയുള്ളവരിൽ 2 പേരെ ഔട്ട് ഹൗസിലോട്ടും അതുപോലെ പിന്നെ ബാക്കിയുള്ള അതിനകത്തൊരു കൊച്ചിക്കാരനുണ്ട് കേട്ടോ. പുള്ളിയുടെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇപ്പം നമ്മുടെ പ്രസൻസ് അറിയിക്കണം അങ്ങനത്തെ നമ്മുടെ ആക്ടിവിറ്റീസിലൂടെയാണല്ലോ. കാരണം ഫസ്റ്റ് വന്ന ഡേ തന്നെ ഇപ്പം ഷോയിലാണെങ്കിലും നമ്മുടെ പ്രസൻസ് അനുസരിച്ചിരിക്കും നമ്മളവിടെ നിർത്തണമെന്ന് അവർക്ക് തോന്നാനോ. കാരണം ഗെയിം ട്വിസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഗെയിം ട്വിസ്റ്റ് ചെയ്യാം. അത് ജഡ്ജസിൻ്റെ കയ്യിലാണ്. ജഡ്ജസിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്ന ബാക്കിൽ അതിൻ്റെ ക്രൂവിൻ്റെ കയ്യിൽ നിന്നാണ്, ഡയറക്ടറുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ. അപ്പം നമ്മുടെ പ്രസൻസ് പുറത്തോട്ട് സാധനം വർക്കായി എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് അത് ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. അപ്പം അതിനകത്തൊരു കൊച്ചിക്കാരൻ കുറച്ച് സ്ട്രൈക്കിംഗ് ആയിരുന്നു. പുള്ളിയുടെ ഭാഷയും അതുപോലെയുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫസ്റ്റ് ടാസ്കിൽ പുള്ളി ഉണ്ടായിരുന്നു ഈ പിരമിഡ് വെക്കണതിനകത്ത്. അതിനകത്ത് ശരിക്കും ഫസ്റ്റ് ഫിനിഷ് ചെയ്തത് വേറൊരാളാണ്, ഒരു പ്രവീൺ അങ്ങനെ എന്താ, പ്രവീൺ എന്നാണെന്ന് തോന്നണം അയാളുടെ പേര്, എനിക്കത് കറക്റ്റ് അറിയില്ല. അതിനകത്താണ് ഈ കഴിഞ്ഞ ദിവസം ഈ മണിച്ചിത്രത്താഴ് ടാസ്കിൽ നടന്ന സമയത്ത് ഈ പൂജ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ, ആ കരഞ്ഞു കയറി വന്ന കൊച്ച്, ആ കുട്ടിയുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു കൊച്ചും ഉണ്ടായിരുന്നു. ആ കൊച്ചു നിന്നിട്ട് നൈസായിട്ടൊന്ന് സംഭവം മെയിനാകാൻ നോക്കിയതാണ് സത്യത്തിൽ. ഇന്നലെ ജസ്റ്റിസ് ഉണ്ടായിരുന്നില്ല, പൂജയുടെ പോലെ തന്നെ എൻ്റെയിലും ക്യൂ ഉണ്ടായിരുന്നു, അവൾ കരഞ്ഞുകൊണ്ട് മാത്രമാണ് അവളെ കയറ്റി വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുത്തിയിട്ടുണ്ട്. അഖിൽമാരാരും അതുപോലെ തന്നെ ഈ രഞ്ജനി ഹരിദാസൊക്കെ ആയിട്ട് നല്ലതായിട്ട് കൊടുത്തിട്ട്. ചുമ്മാ ബ്ലെയിം ഗെയിം കളിക്കരുതായിരുന്നു, നിന്റെ കയ്യിൽ ക്യൂ ഉണ്ടായിരുന്നുകൊണ്ട് എന്തുകൊണ്ട് നീ അപ്പം പറഞ്ഞില്ല. അവൾ പറഞ്ഞു, അവൾ കരഞ്ഞു, അവൾക്ക് കാര്യം കിട്ടി, അവൾക്കത് വേണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കയറി എന്നുള്ള രീതിയിൽ പൂജയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പിരമിഡ് ഗെയിം നടന്നു. ഈ കൊച്ചിക്കാരനും പിന്നെ ഈ സെറ്റ് ചെയ്ത വേറൊരാളുണ്ട്. ആദ്യമേ അയാളാണ് ശരിക്കും സെറ്റ് ചെയ്തത്. പക്ഷെ എനിക്കറിയില്ല, ഇവർ പറയുന്നുണ്ട് പുള്ളി ഏതോ ഒരു ജഡ്ജസിൻ്റെ അടുത്ത് നിന്ന് എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഏതോ ഒരു ക്യൂബ് വെച്ചില്ല, അതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കാഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനിവിടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. എനിക്കങ്ങനെ പുള്ളിയൊന്നും വെക്കാതെ ആയിട്ട് തോന്നിയില്ല. പുള്ളിയുടെയും അതുപോലെ ബാക്കിയുള്ളവരുടെ ആയിട്ട് എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഈ കൊച്ചിക്കാരന് ഇച്ചിരി എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ 3 പേർക്ക് ഇതിനകത്ത് പെൻഡൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആ കൊച്ചിക്കാരന് കൊടുത്തു എൻ്റർടൈൻ ചെയ്തതിന്. പിന്നെ വിന്നർ എന്നുള്ള രീതിയിൽ ബസർ അടിച്ച സമയത്ത് ഒരാളുടെ മറിഞ്ഞു വീണു പോയായിരുന്നു. പക്ഷേ അതിനകത്തും പുള്ളി ഇങ്ങനെ ബാലൻസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അഖിൽമാരാർ പറഞ്ഞിട്ട് ബാലൻസ് ചെയ്യരുത്, കൈകൊണ്ട് ബാലൻസ് ചെയ്യരുത്, അങ്ങനെ പിടിച്ച് മറിഞ്ഞു വീഴാൻ പോണ സാധനം പുള്ളി ഇങ്ങനെ കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് പിടിച്ചു വെച്ചോണ്ടാണ് ബാക്കി വെച്ചോണ്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇടയിൽ തന്നെ കോൾ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കറിയില്ല, എന്തോ ഒരു പാഷ്വാലിറ്റി സാധനം എനിക്ക് ഈ ഫസ്റ്റ് ഗെയിമിൽ അടിച്ചു ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്ന്. എന്നിട്ട് ഫസ്റ്റ് കളിയുടെ വിന്നർ എന്നുള്ള രീതിയിൽ കൊടുത്തത് ഈ ബാലൻസ് ചെയ്ത് പിടിച്ച പുള്ളിക്കാണ് ഫസ്റ്റ് ഇതിന് കൊടുത്തത് തന്നെ. അതുപോലെ പിന്നെ എൻ്റർടൈൻ ചെയ്തെന്നുള്ള രീതിയിൽ മറ്റേ കൊച്ചിക്കാരനും പുള്ളിയും വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് പുള്ളിക്കും കൊടുത്തു. പിന്നെ അവർക്ക് 2 പേർക്കും കൊടുത്തു. ഈ മറ്റേ പുള്ളിക്ക് കൊടുത്തില്ലേ അവർ. സംഭവം ഇവർ പറഞ്ഞത് പുള്ളി ഒരു ക്യൂബ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ. പുള്ളി സേഫ് സോണിലാണ്, പക്ഷേ ഈ പെൻഡൻ കൊടുത്തില്ല. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല ശരിക്കും. അവിടെ എന്തോ ഒരു എറർ നടന്നിട്ടുണ്ട്. അതായിരുന്നു ഫസ്റ്റ് ഗെയിം. പിന്നെ സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ഗെയിം നടന്നത് മറ്റേ വടിയുടെ ഗെയിം ആയിരുന്നു സെക്കൻഡ് ഗെയിം.
സെക്കൻഡ് അത് സംഭവം ഈ നമ്മുടെ എന്നായിരുന്നു അത് തന്നെ സെക്കൻഡ് ഗെയിം വടിയുടെ തന്നെ. അത് മറ്റേ നമ്മുടെ കളരിപ്പയറ്റിൻ്റെ വടി പോലത്തെ സാധനം ഇങ്ങനെ ഒരു കയ്യിൽ ഒളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മറ്റേ ഒരു ചെണ്ടക്കാരൻ വന്നിട്ട് ഇങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടും. ചെണ്ട കൊട്ട നിർത്തുമ്പോഴത്തേക്കും ഇവർ ആ ഒറ്റ വടി അപ്പുറത്തോട് കൊടുത്തിട്ട് ഇപ്പുറത്തെ വടി ഇങ്ങനെ പിടിക്കുക. അതാണ് സംഭവം. അത് അത്യാവശ്യം കൊള്ളായിരുന്നു ആ ഗെയിം. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. സംഭവം ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരു ലേഡി ഉണ്ടായിരുന്നു. അതുപോലെ ബെറ്റിന്നോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. പിന്നെ ഒരു താശി എന്ന് പറഞ്ഞൊരു ചെറുക്കനും. അവനെന്തോ കളരിപ്പയറ്റിൻ്റെ സാധനം എന്തൊക്കെയാണ്, അവൻ എന്തോ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പക്ഷെ അവൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെ എന്തോ ഡാൻസ് കളിക്കുന്ന പോലെ ആക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ ബാക്കി എല്ലാവരും ഈ കൈ ഒരു താഴെ ഇട്ടേക്ക് വരുന്നത്, വീഴുമ്പോൾ പിടിക്കാനുള്ള രീതി നിൽക്കുമായിരുന്നു. ഇവൻ്റെ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇവനകത്ത് പിടിച്ചാലും ഇവൻ ഡാൻസ് കളിക്കുമ്പോൾ ഈ കൈ ഇവൻ്റെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇവൻ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീഴുമ്പോൾ പിടിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ഇവിടെ പൊക്കണമെങ്കിൽ സെക്കൻഡ് വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാനുള്ള രീതിയിൽ അവൻ ഈ കൈ എപ്പോഴും അവൻ്റെ പൊക്കി വെച്ചുകൊണ്ടാണ് ഇരുന്നത്. സംഭവം കൊള്ളാം. എനിക്ക് തോന്നിയായിരുന്നു തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം അവന് എന്തായാലും ചാൻസ് ഉണ്ടാവും. കാരണം അവൻ്റെ നന്നായിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നു. മറ്റാൾ വിടുമ്പോൾ തന്നെ ഇവരിങ്ങനെ കുനിഞ്ഞൊക്കെ ചില ആൾക്കാർ എടുക്കണേ. പക്ഷെ ഇവൻ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നു. അവൻ ഒറ്റയടിക്ക് തന്നെ പിടിക്കുന്നുണ്ടായിരുന്നത്. അത് അങ്ങനെ വന്നു. ലാസ്റ്റ് ഈ ലേഡിയും ബെറ്റി എന്ന് പറഞ്ഞ ലേഡിയും മറ്റേ പുള്ളിക്കാരനും കൊണ്ടുവന്നു. പുള്ളിക്കാരൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നിന്നു. എന്നിട്ട് പുള്ളിക്കാർ സ്ട്രാറ്റജി എടുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ ഇട്ട് കളഞ്ഞു ഈ സാധനം. എന്നിട്ട് ഈ പുള്ളിക്കാർ പിടിക്കുകയും ചെയ്ത്. ആ സംഭവം ഒരു കിടിലനായിരുന്നു. അതിനാ പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രജനി ഹരിദാസ് പറഞ്ഞ റീമാച്ച് വേണം. കാരണം ഇവിടെ എന്തോ ഇതുണ്ട്, ആ കുട്ടി സ്റ്റിക്ക് താഴെ മുട്ടിച്ചിട്ടില്ല, പൊക്കി പിടിച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് എടുക്കാനുള്ള രീതിയിലല്ല പിടിച്ചിരുന്നതെന്ന്. ശരിക്കും ആ സ്ട്രാറ്റജിയാണ്. അത് അവരെ അംഗീകരിക്കാൻ റെഡിയും ആയിരുന്നു ആക്ച്വലി റീപ്ലൈ നോക്കിയിട്ട്. അപ്പം റീപ്ലൈ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ചോദിച്ചു എന്നാൽ നമുക്കൊരു റീമാച്ച് കൊടുക്കാമല്ലേ എന്നുള്ള രീതിയിൽ റിയാസും പറഞ്ഞ് രഞ്ജനിയും പറഞ്ഞ് അഖിൽമാരോട് ചോദിച്ചപ്പോൾ അഖിൽമാരോട് അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അത് ഇവരുടെ പ്ലാൻ ആയിരുന്നു ആക്ച്വലി. കാരണം ഈ ഒരു ഇയറിൽ പറയുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമായിരുന്നു, നമുക്ക് തോന്നും ഇവരോട് എന്തോ പറയുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം അഖിൽമാരാർ വന്നിട്ട് പറയും നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് കിട്ടിയിട്ട് ഒരു ചാൻസേ ഉള്ളൂ, എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇവരാരാ വിന്നറെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ബെറ്റി എന്ന് പറഞ്ഞ ആളോർത്ത് പുള്ളിക്കാരിയാണ് വിന്നർ എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഒരു ചാൻസേ ഉള്ളൂ, അപ്പോൾ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കണം. കാരണം അല്ലാതെ പിന്നെ എനിക്കൊരു ചാൻസ് കൂടെ താന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഖിൽമാരാർ എന്തൊക്കെയോ പറയും. അപ്പം ബെറ്റി ഓർക്കും ഓക്കെ ഇവക്കുള്ളതാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരോട് ചോദിക്കാം എന്നാൽ നിങ്ങൾ പറ എങ്ങനെയാണ് റീമാച്ച് വേണോ വേണ്ടെന്നുള്ള രീതിയിൽ. ഈ ബെറ്റി പുറകിൽ നിന്ന് എടുത്ത് ആടി പറയും എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന്. അപ്പം രഞ്ജിനി ഹരിദാസ് കൊടുക്കും. എന്നാ നിനക്ക് ഇന്ന് റീമാച്ച് വേണ്ടല്ലോ, അപ്പം നീ ഫൗളാണ് കാണിച്ചത്, നീ സാധനം താഴെ മുട്ടിച്ചിട്ടില്ല, അപ്പം അവനാണ് വിന്നേ. നിനക്ക് ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നീ പറഞ്ഞു, ഇനി ചാൻസ് ഇല്ല നിന്നോട്, നീയാണ് വിന്നർ എന്നുള്ള രീതിയിൽ അല്ലേ നീ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നീ അത് വേണ്ടാന്ന് പറഞ്ഞത്. ഇനി ഓക്കെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല, ജഡ്ജസിന്റെ തീരുമാനമാണ് അന്തിമം എന്നുള്ള രീതിയിൽ നൈസായിട്ട് ബെറ്റീനെ തട്ടിയിട്ട് താശിക്ക് കൊടുത്തു. അങ്ങനെ താശി ആ ഗെയിമിൽ വിജയിച്ചു. അതായിരുന്നു കുറച്ച് കണ്ടന്റ് എന്നുള്ള രീതിയിൽ. കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു സാധനം വന്നതായിട്ടും ജഡ്ജസ് ആണ് കളിച്ചതെങ്കിലും പക്ഷേ ആക്ച്വലി അവനാണ് ഫെയർ ആയിട്ട് കളിച്ചത്. ഇവള് പുറകിലോട്ട് ഇട്ട് കളയും. പക്ഷെ അത് അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു. ശരിക്കും അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവള് ഇത് പറഞ്ഞപ്പോൾ ഇവർക്കത് കൊണ്ടില്ല, ഇവരങ്ങനെ നൈസായിട്ട് മറച്ചു. കാരണം ഇത് ഇവർക്ക് എങ്ങനെയാണെങ്കിലും ലിസ്റ്റ് ചെയ്യാം. ഇത് ലൈവ് സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ല, ഡിസിഷൻ എടുക്കുന്നത് ജഡ്ജസ് ആണ്. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും സംഭവം ചെയ്യാം. അതുകൊണ്ടിട്ട് അവരങ്ങനെ കളിച്ചു. ഇവർക്ക് ഇന്ന് കുറേ സ്കോപ്പ് ഉണ്ട് ഇതിനകത്ത്. വേണേൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാം, വേറെ പഴയ കണ്ടസ്റ്റൻസ് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ തല്ലിച്ചോ, അല്ലെങ്കിൽ ഈ ജഡ്ജസും കൂടെ ആ ടീമിൽ കയറി നിന്ന് കളിച്ചോ, അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിൽ ഇവർക്ക് ഡിസ്റ്റ് ചെയ്യാം. ആ സംഭവങ്ങളൊക്കെ ഇവരൊന്ന് ഇറങ്ങി കളിച്ചാൽ കുറച്ചും കൂടെ സംഭവം സെറ്റാവും. എന്തായാലും ഒരു പ്രീ ഷോ എന്നുള്ള രീതിയിൽ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് തന്നെ. ഇപ്പം മറ്റേ 100 ദിവസമാണെങ്കിൽ ഇതിപ്പോൾ 130 ദിവസം ആവും എന്നുള്ളത് ഇതേ ഉള്ളൂ. 30 ദിവസം കോമണേഴ്സ്, അതുപോലെ ബാക്കിയുള്ള 100 അവർ മറ്റേ ഷോ തുടങ്ങുമ്പോൾ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണ് ഇതിപ്പോൾ പോണത്. പിന്നെ ലാസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറാണ്. റനീഷ റഹ്മാൻ കൊണ്ടുവന്നിട്ട് 3-4 പേപ്പർ കൊണ്ടുവരും പല പല കളറിൽ. അപ്പോൾ ഇവരോട് അടുത്ത ലാസ്റ്റ് ടീം ആയിട്ടുള്ളവരെ നിന്ന് എടുക്കാൻ പറയും. അങ്ങനെ ഇവരെടുക്കും. എന്നിട്ട് ഇവർക്കൊരു സ്ട്രോയും പിന്നെ കുറേ പേപ്പർ ഇങ്ങനെ വട്ടത്തിൽ താഴെ ഇട്ടിട്ടുണ്ടാവും, ചെറിയ 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 പീസ്. അപ്പോൾ ഇവരെടുത്തേക്കണ കളറിലുള്ള പീസ് ഈ സ്ട്രോ കൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ബൗളിൽ കൊണ്ട് ഇടുക. ഇതാണ് സംഭവം ചെയ്യേണ്ടത്. അപ്പോൾ സംഭവം സെറ്റായിരുന്നു. അതിനകത്ത് ഒരുത്തനുണ്ട് ഈ ശ്യാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ പൂജയായിട്ട് താക്കോലിൻ്റെ പ്രശ്നം ഉണ്ടായ പുള്ളി. ശ്യാം അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. എനിക്ക് അവനാണ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചെന്ന് തോന്നിയത്. പക്ഷെ വിന്നർ ശ്യാം അല്ലായിരുന്നു. ശ്യാമിനേക്കാൾ കൂടുതൽ മറ്റേ കൊച്ചിന് ഉണ്ടായിരുന്നു. വേറൊരു
ലേഡി ഒന്നും ഇടാതെ സൈഡിൽ കൂടെ നൈസായിട്ട് പെരക്കി നമ്മൾ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് കിട്ടിയതും കാര്യങ്ങളൊക്കെ ഈ ശ്യാമിനാണ്. കാരണം ശ്യാം ബാക്കി എല്ലാവരും എടുക്കാൻ വരുമ്പോൾ ഊതി അവരുടെ പേപ്പറൊക്കെ തെറിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ എടുക്കണ കൂടാതെ തന്നെ ബാക്കിയുള്ളവർ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇവനത് തെറിപ്പിച്ച് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം വർക്ക് ആവുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇവൻ പെട്ടെന്ന് എടുക്കണ്ടായിരുന്നു. ഞാനോർത്ത് ഇവനാ കൂടുതലെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ആ ലേഡി വന്നിട്ട് ആ പുള്ളിക്കാരിയാണ് കൂടുതലുണ്ടായത്. 26ഉം 24 എന്തോ ആയിരുന്നു കളക്ട് ചെയ്ത പേപ്പറിൻ്റെ ഡിഫറൻസ്. 2 പേപ്പറിനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റർടൈനിങ് ഈ ശ്യാമായിരുന്നു. എങ്കിലും മറ്റേ കുട്ടിയാണ് കൂടുതലെടുത്തത്. അപ്പോൾ 2 പേർക്കും കൊടുത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അതെ, 2 പേർക്കും കൊടുത്തു എന്നാണ് ഇൻഫിനിറ്റ് പെൻഡന്റ്. അപ്പം അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം ടോട്ടലി കുറച്ച് പേർക്ക് ഇപ്പം ഈ 6 ഗെയിംസ് ആയിട്ടാണ് മൺചിത്രത്താഴ് ഒഴികെ 2 ദിവസങ്ങളിലായിട്ട് 6 ഗെയിംസ് നടന്നു. അതിനകത്തുനിന്ന് കുറച്ച് പേർക്ക് പെൻഡൻ കിട്ടി, കുറച്ച് പേര് ഔട്ട് ഹൗസിൽ ഡേഞ്ചർ സോൺ എന്നുള്ള രീതിയിൽ ഔട്ട് ഹൗസിലോട്ടും പിന്നെ ബാക്കിയുള്ളവർ സേഫ് സോണിലോട്ടുമാണ് ഇങ്ങനെ ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നിന്നിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി പബ്ലിഷ് ആവും ഏഷ്യാനെറ്റിൽ. പക്ഷേ ജിയോ സ്റ്റാറിൽ ഇപ്പം അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ ഇനിയുള്ള കണ്ടൻസിനായിട്ട്. നമ്മളെല്ലാം ദിവസവും ഇനി റിവ്യൂ ഉണ്ടാവും. നമുക്ക് എൻ്റേതായ ഒപ്പീനിയൻസ് പറയാം, നിങ്ങളുടേതായ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റിലും അറിയിക്കൂ. നമുക്കതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.